ഹായ് ഫ്രണ്ട്സ്, എന്താണ് GERD? GERD, ഗ്യാസ്ട്രോ ഇസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്. നമ്മുടെ അന്നനാളത്തിൻ്റെ അടിയിലുള്ള പേശി, അത് ലോവർ ഇസോഫാജിയൽ സ്ഫിങ്ക്റ്റർ ദുർബലമാകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നെഞ്ചരിച്ചിലുണ്ടാവാം, പൊളിച്ചുതകട്ടിലുണ്ടാവാം, നെഞ്ചുവേദന, അതുപോലെ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, വിട്ടുമാറാത്ത ചുമ, ഓക്കാനം, പ്രത്യേകിച്ച് രാവിലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഓക്കാനം വരിക, തൊണ്ടവേദന, തൊണ്ടയിൽ മുഴയുണ്ടെന്ന് തോന്നുക, ഇവയൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഭാരം കുറയുകയോ അതുപോലെ രക്തം കലർന്ന ഛർദി, മരുന്ന് കഴിച്ചിട്ടും മാറാത്ത ചുമ, ശ്വാസതടസ്സം, ഭക്ഷണം ഒരു വിധത്തിലും വിഴുങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇവയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു നല്ല ഡോക്ടറുടെ സേവനം തേടണം. ഇവ കൂടുതലായി ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അമിതഭാരം ഉള്ള ആൾക്കാർ, അതുപോലെ അമിതമായ ആഹാരപ്രിയർ, അതുപോലെ സ്മോക്ക് ചെയ്യുന്ന ആളുകൾ, കൂടുതലായും ആൽക്കഹോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ, അതുപോലെ കാപ്പി, കഫീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾ, അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് കൂടുതൽ ഉപയോഗിക്കുന്ന, സ്പൈസി ഫുഡ്സ് കൂടുതലായിട്ട്, ഫാറ്റി ഫുഡ് അതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ, പ്രഗ്നൻസി ടൈമിലും നമുക്ക് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇതിന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്ന് നോക്കാം. നമ്മൾ കൂടുതലും ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുറച്ച് ഫുഡ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക, അതായത് കുറേ നേരം ഫാസ്റ്റിംഗ് ആയിട്ട് പിന്നീട് ഒന്നിച്ച് കഴിക്കുന്നതിന് പകരം അത് ഡിവൈഡ് ചെയ്ത് കഴിക്കുക. അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യുക, കൂടുതലും ഫാറ്റി സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക, ആൽക്കഹോൾ നിർത്തുക, സ്മോക്ക് ചെയ്യാതിരിക്കുക, അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുക, കഫീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക. അതുപോലെ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ തീർച്ചയായും ഭക്ഷണം കഴിച്ചിരിക്കണം. നമ്മൾ കൂടുതലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ആപ്പിൾ, ബനാന, അതുപോലെ വെജിറ്റബിൾ, ബ്രൊക്കോളി, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ ഫിഷ്, ചെറിയ ചെറിയ മീനുകൾ, പിന്നെ മുട്ടയുടെ വെള്ള, അതുപോലെ ചിക്കന്, അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇഞ്ചി കൂടുതൽ ഉപയോഗിക്കുക, ചീര, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഓട്സ്, ബ്രൗൺ റൈസ്, കുക്കുംബർ, ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാം. സ്ട്രെസ്സ് എങ്ങനെയാണ് നമുക്ക് ഇതിനെ ട്രിഗർ ചെയ്യുന്നത് നോക്കാം. ടെൻഷൻ കൂടുന്നതിനനുസരിച്ച് ദഹനത്തിന് സഹായിക്കുന്ന പേശികളുടെ ജോലിക്ക് തടസ്സം വരികയും അങ്ങനെ ആമാശയത്തിലെ ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുകയും അത് മുകളിലേക്ക് അന്നനാളത്തിലേക്ക് കടക്കാനുള്ള ചാൻസും അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ GERD ഉള്ള വ്യക്തിക്ക് സ്ട്രെസ്സ് കൂടുതലായിട്ടിരിക്കും. അത് രണ്ടും നമുക്ക് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ മാത്രമല്ല മനസ്സിൻ്റെ ആരോഗ്യം കൂടി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം. സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യാനുള്ള വഴികൾ തീർച്ചയായും നമ്മൾ ഉൾപ്പെടുത്തുക. എന്നാൽ മാത്രമേ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ഈ GERD എന്ന ബുദ്ധിമുട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. താങ്ക് യു.